ഹലോ, നമുക്ക് അടുത്ത പാർട്ടിയിലേക്ക് പോയാലോ? എനിക്ക് ഉറക്കം വരുന്നില്ല മാമ, നമുക്ക് ഒളിച്ചു കളിച്ചാലോ? ഉണ്ണിപ്പെണ്ണിൻ്റെ പറച്ചിൽ കേട്ട് നീലനാകെ പെട്ട അവസ്ഥയിലായി. ദേ നോക്കിയേ, അപ്പിച്ചേച്ചി ഉറങ്ങാം, അതുകൊണ്ട് നമുക്ക് ഉറങ്ങാം. വേണ്ട, ഞാൻ അപ്പിച്ചേച്ചി ഉണർത്താം. ഉണ്ണിമോൾ അപ്പൂനെ ഉണർത്താൻ നീലനവളുടെ കയ്യിൽ പിടിച്ചു. വേണ്ട. നീലൻ്റെ ശബ്ദം കേട്ടതും കുഞ്ഞൊന്ന് പേടിച്ചു പോയി. അത് മനസ്സിലാക്കിയ നീലൻ ദേഷ്യം നിയന്ത്രിച്ച് മുഖത്തൊരു പുഞ്ചിരി വരുത്തി. വാ, നമുക്ക് പുറത്ത് പോവാം. നീലൻ കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് നടന്നു. മുറ്റത്ത് കൂടെ ഉണ്ണിപ്പെണ്ണിനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. തോളിലിട്ട് കൊട്ടിക്കൊടുത്ത കുഞ്ഞ് പതിയെ ഉറങ്ങി. അതോടെ നീലൻ വാതിലടച്ചകത്തേക്ക് വന്നു. കാർത്തി ഉറങ്ങിയില്ല ഇത്ര നേരമായിട്ടും? വെള്ളം കുടിക്കാൻ വന്ന ദീപക്ക് നീലനെ കണ്ട് ചോദിച്ചു. ഇല്ല, മോളിപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ. അയ്യോ, ബുദ്ധിമുട്ടായില്ലേ? കുഞ്ഞിനെ ഞാൻ തന്നേക്ക് കാർത്തി. ഏയ് വേണ്ട, ഇന്നെന്തായാലും ഞങ്ങളുടെ കൂടെ കിടന്നോട്ടെ. ഇനി രാത്രി എണീറ്റ് വാശി പിടിക്കണ്ട. നീലം കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് കണ്ട് ദീപക്കിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. നീലം ഉണ്ണിപ്പെണ്ണിനെ അപ്പൂൻ്റെ അരികിലേക്ക് കടത്തി പുതപ്പുകൊണ്ട് പുതപ്പിച്ച് അരികിലായി അവനും കിടന്നു. പിറ്റേ ദിവസം അത് രാവിലെ തന്നെ അവർ വീട്ടിലേക്ക് തിരിച്ചു. നീലന് രാവിലെ ക്ലാസ്സിന് അപ്പൂന് ആരതിക്കും കോളേജിലേക്കും പോകാൻ എന്ന ഉദ്ദേശത്തിലാണ് അവർ നേരത്തെ ഇറങ്ങിയത്. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ അതുമ്മ? ഇന്നെന്തായാലും വെള്ളിയാഴ്ചയായി, ഇനിയിപ്പോൾ തിങ്കളാഴ്ച പോകേണ്ട കാര്യമല്ല ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആവലാതി പറഞ്ഞ് ക്ലാസ്സിലേക്ക് നടന്നു. ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഫൈൻ ആർട്സ് സ്റ്റേജ് കോമ്പറ്റീഷനാണ്. അതുമ്മ, അവിടെ എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷനുണ്ട്, നീ വരുന്നുണ്ടാ? ഞാനൊന്നുമില്ല, വരാത്ത ദിവസത്തെ ലെക്ചർ നോട്ട് എഴുതാണ്ട്. ഓ, ഞാൻ പോവാ. അത് പറഞ്ഞ അപ്പു പേനയെ എടുത്ത് സെമിനാർ ഹാളിലേക്ക് ഓടി. അപ്പുവിനെ പോലെ ക്ലാസ്സിലിരിക്കാൻ താല്പര്യമില്ലാത്ത 4-5 പിള്ളേർ വേറെയുണ്ട്. ഇവളെന്തിനാ വന്നിരിക്കണേ? പഠിപ്പികൾക്ക് ഇവിടെ എന്താ കാര്യം? തൻ്റെ മുൻപരിയിലെ ബെഞ്ചിൽ അറ്റത്തിരിക്കുന്ന അനങ്കിയെ കണ്ട് അടുത്തിരിക്കുന്ന തൻ്റെ ഫ്രണ്ടിനോട് അപ്പു ചോദിച്ചു. അത് നിനക്കറിഞ്ഞൂടെ? അവൾ നന്നായി എഴുതും. കഴിഞ്ഞ വർഷം അവൾക്കായിരുന്നില്ലേ ഫസ്റ്റ്? പാട്ട്, ഡാൻസ്, എഴുത്തം, പഠിത്തം. എൻ്റെ മോളെ, അതൊക്കെ ഒരു കഴിവാണ്. ഇവൾ പറയുന്നത് കേട്ട് അപ്പു ഒന്ന് പുച്ഛിച്ചു. നമ്മുടെ മത്സരം ഇവിടെ തുടങ്ങാണ്. ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ലഹരി യുവത്വവും. നിങ്ങൾക്ക് 2 മണിക്കൂറാണ് സമയം. ചെയർമാൻ പേപ്പർ കൊടുത്തുകൊണ്ട് പറഞ്ഞത് എല്ലാവരും എഴുതാൻ തുടങ്ങി. അശ്ശേ, ഇതെന്ത് ടോപ്പിക്കാണ്? ഞാൻ കുറച്ചുകൂടെ കടുകെട്ട് പ്രതീക്ഷിച്ചു. അപ്പൂൻ്റെ അടുത്തിരുന്ന കുട്ടി പറഞ്ഞു. എന്തായാലും ക്ലാസ്സിൽ കയറണ്ടല്ലോ, അത് പറഞ്ഞ് ഇപ്പോൾ എഴുതാൻ തുടങ്ങി. നമ്മുടെ ന്യൂജൻ പയ്യൻസിൻ്റെ ഫ്യൂച്ചർ തന്നെ സേഡാക്കുന്ന ഒന്നാണ് ലഹരി. അയ്യേ, ഇത് വേണ്ട, കുറച്ച് കടുകെട്ട് വാക്കുകൾ വേണം, കേൾക്കുമ്പോൾ പഞ്ച് വേണം. അവൾ എഴുതിയിരിക്കുന്ന വെട്ടി വീണ്ടും എഴുതാൻ തുടങ്ങി. യുവതലമുറയെ കാർന്നു തിരുന്ന ഒരു ഹിംസമൃഗമാണ് ലഹരി. കൊടും ഭീകരനാണ് ലഹരി. അതിനിഷൃഷ്ടനാണ് ലഹരി. അയ്യേ, ഇത് വായിക്കുമ്പോൾ മമ്മൂട്ടിയുടെ മറ്റേ ഡയലോഗ് പോലെയുണ്ട്. എൻ്റെ അമ്മയായിരുന്നു ഡേസി, എൻ്റെ ഭാര്യയായിരുന്നു ഡേസി. മേച്ചകരം, വേറെ എഴുതാം. അതും വെട്ടി അടുത്തത് എഴുതാൻ നിന്നപ്പോഴേക്കും അനഘ അഡീഷണൽ ഷീറ്റ് വാങ്ങിയിരുന്നു. എൻ്റെ നീല, ഒന്നും പറയാതിരിക്കണേ നല്ലത്. എനിക്കറിയാവുന്ന മലയാളം വാക്കുകളെല്ലാം ചേർത്ത് ആ പേപ്പർ അങ്ങനെ തികച്ചു. അവസാനം കുറച്ച് സ്ഥലം ബാക്കിയുള്ളപ്പോൾ ഞാൻ ലഹരിയെക്കുറിച്ച് 2 വരി കവിത കൂടെ പേടച്ചു അങ്ങട്. യുവത്വവും ലഹരിയും തമ്മിൽ പ്രണയത്തിലാണ്. മനുഷ്യജീവിതത്തിൽ ഓരോ കാലഘട്ടം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് യുവത്വത്തിനെതിരെ ലഹരിയോടനുസൃത പ്രണയം. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വന്ന് ഇന്ന് നടന്ന കാര്യങ്ങൾ നീലനോട് പറയുകയാണ്. അപ്പോൾ ശരിക്കും നീ പൊട്ടിയാണോ അതങ്ങനെ അഭിനയിക്കുകയാണോ? നീലൻ താടിക്ക് കൈ കൊടുത്തുകൊണ്ടാണ് ചോദിച്ചത്. പൊട്ടി നിൻ്റെ മറ്റവള്, അത് പറഞ്ഞ് അവൾ അകത്തേക്ക് എഴുന്നേറ്റ് പോയി. നിനക്ക് ചായ വേണോ? വാതിലിനരികിലെത്തിയ അപ്പു തിരിഞ്ഞെന്ന് ചോദിച്ചു. വേണം. അവളൊന്ന് മൂളിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി. കുഞ്ഞെ, രാത്രി അപ്പോൾ അവന് നേരെ തിരിഞ്ഞിടുന്നു. നിനക്കിവിടെ സംസാരിക്കാനൊന്നും ആരുമില്ലാതെ ബോറടിക്കുന്നുണ്ടോ? എനിക്ക് സംസാരിക്കാൻ നീ ഉണ്ടല്ലോ. അങ്ങനെയല്ലടാ, നിൻ്റെ വീട്ടിലായിരുന്നപ്പോൾ എപ്പോഴും അച്ഛനും അമ്മയും അരുണൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെയാണെങ്കിൽ അങ്ങനെ ആരുമില്ല. അതാ നല്ലത് നീല, അല്ലെങ്കിൽ കുളിച്ചാ നനച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നും വഴക്ക് പറയില്ലല്ലോ. എൻ്റെ കുഞ്ഞെ, നിന്നെ ഞാൻ... നീലൻ അവളുടെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്തു. നിനക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ നീല? എങ്ങനെ? ഞാൻ വരുന്നതിന് മുമ്പ് നീ ഇവിടെ ഒറ്റയ്ക്കായിരുന്നല്ലോ, അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സങ്കടം വരുമെന്ന്.
മറുപടി നീലനൊന്ന് പുഞ്ചിരിച്ചു. ഈ ഒറ്റപ്പെടെന്ന് പറയുന്ന വല്ലാത്ത ഒരവസ്ഥയെ കുഞ്ഞെ അതനുഭവിച്ചെടുക്കുക മനസ്സിലാവോ. എന്നെ കുറച്ചുകൂടെ നേരത്തെ കല്യാണം കഴിക്കായിരുന്നില്ല നീല, അപ്പം നിനക്ക് ഒറ്റയ്ക്കാൻ വേണ്ടി വരില്ലായിരുന്നല്ലോ. അപ്പോൾ സീരിയസ് ആയി പറഞ്ഞാണെങ്കിൽ നീലന് ചിരി വന്നിരുന്നു. എന്ത് രസമാണ് നീല നിൻ്റെ ചിരി കാണാൻ. അത് പറഞ്ഞപ്പോൾ ഒന്ന് ഉയർന്നു നെറ്റിയിൽ നീലൻ്റെ ഉമ്മ കൊടുത്തു. ആ നിമിഷം ഇരുവരുടെ കണ്ണുകൾ പരസ്പരം നിടഞ്ഞു. അപ്പോൾ എൻ്റെ കണ്ണുകൾ അവൻ്റെ മുഖമാകെ അലഞ്ഞടന്നു. അവസാനം അവൻ്റെ വയലറ്റ് ചുണ്ടുകളിൽ വന്ന് നിന്നു. കുഞ്ഞെ. നീലൻ്റെ വിളിയാണ് അവളെ സംഭവത്തിലേക്ക് കൊണ്ടുവന്നത്. അവൾ ഒരു പിടച്ചിലോടെ വേഗം തിരിഞ്ഞു കിടന്നു. നീലൻ്റെ കുട്ടി അത്ര ചെറിയ കുട്ടിയൊന്നല്ല അല്ലേ? നീലൻ അവളെ പിന്നിൽ നിന്ന് ചേർത്ത് പിടിച്ച് കാതിലായി ചോദിച്ച് അവളൊന്ന് പിടഞ്ഞുപോയി. സോറി, ഞാൻ അറിയാതെയാ. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്തിനാണോ സോറി? നീലൻ കുസൃതിയോടെ അവളുടെ പിൻകഴുത്തി മുഖുരിച്ച്. അത് അങ്ങനെ നോക്കിയേന്. നീലൻ ഗൗരവത്തിൽ അവളെ തനിക്ക് നേരെ തിരിച്ചിരുത്തി. നീ എനിക്കാരാ? എന്ത്? അപ്പു ചോദിച്ചു. നീ എൻ്റെ ആരാന്ന്? ഭാര്യയല്ലേ? നിനക്കപ്പോൾ അത് ഉറപ്പില്ലേ? നീലന് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. ഉണ്ട്, അവൾ കണ്ണു നിറച്ച് പറഞ്ഞതും നീലൻ അവളുടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു. നീ എൻ്റെ സ്വന്തം ഭാര്യയല്ലേ പൊന്നെ. ഈ ലോകത്ത് എൻ്റെ ശരീരത്തിനും മനസ്സിനും നിന്നോട് അവകാശം മറ്റാർക്കില്ല. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞെ? ഒന്ന് എനിക്കൊരു ഉമ്മ തന്നെ, അവൻ പറഞ്ഞു. അപ്പോൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് തല ഉയർത്തി നോക്കി. ദാ ഇവിടെ, അവൻ ചുണ്ടി തൊട്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ കണ്ണുകൾ വികസിച്ചു. ചുണ്ടിലോ? വേണ്ട നീല. വേണം നീല, വേഗം തന്നോ, അല്ലെങ്കിൽ ഉമ്മയുടെ എണ്ണം കൂടും, അവൻ കുസൃതിയാൽ പറഞ്ഞു. നാളെ തന്നാൽ മതിയാ. ഈ പെണ്ണ്. നീലൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു. അപ്പം അപ്പു എണീറ്റു. നീലൻ അവളുടെ ഇരു കവളിലും തൻ്റെ കൈകൾ ചേർത്ത് വെച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ്റെ മുഖം തന്നിലേക്ക് ചേർന്ന് വന്നതും അപ്പു പതിയെ കണ്ണുകൾ അടച്ചു. അതേസമയം നീലൻ അവളുടെ ചുണ്ടുകളിലേക്ക് ചേർന്നിരുന്നു. അവളെ വേദനിപ്പിക്കാതെ അവളുടെ കീഴ് ചുണ്ടും മേൽ ചുണ്ടും നുകർന്നെടുത്തു. അത്രയും പതിയെ പതിയെ അവളുടെ അധരങ്ങളിൽ അലിഞ്ഞു. അപ്പുവിന് താൻ മറ്റൊരു ലോകത്തെത്തിയതുപോലെയാണ് തോന്നിയത്. ഒരു ദീർഘ ചുംബനത്തിന് ശേഷം നീലൻ അവളെ സ്വതന്ത്രയാക്കിയതും അപ്പു അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. നീലൻ അവളെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് കടന്നു. പിറ്റേ ദിവസം അപ്പു ഉണരുമ്പോൾ അടുത്ത് നീലൻ ഉണ്ടായിരുന്നില്ല. അവൾ എഴുന്നേറ്റ് മുഖം കഴുകി ഉമ്മറത്തേക്ക് വന്നു. അവിടെ നീല സ്റ്റെപ്പിലിരുന്ന് പത്രം വായിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അരികിലായി വന്നിരുന്നു. ഇന്ന് പോകുന്നില്ലേ നീല? പോവണം, അവൻ പാത്രത്തിൽ നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു. അപ്പോൾ അവൻ്റെ തോളിലേക്ക് തല വെച്ചപ്പോൾ പത്രം നോക്കാൻ തുടങ്ങി. വീടിന് തീ പിടിച്ചു. വീട്ടിലുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപ്പോൾ നീലൻ്റെ അരികിലിരുന്നു പത്രം വായിച്ചു. ഒരു വീടിന് തീ പിടിച്ച് ആ വീട്ടിലെല്ലാവരും രക്ഷപ്പെട്ടു. പക്ഷേ വീട്ടിൽ ഒരാൾ മാത്രം അകത്ത് കുടുങ്ങി. ആ സമയം അയാൾ കുളിക്കുകയാണെങ്കിൽ അയാൾക്ക് തീപ്പൊള്ള ഏൽക്കും നീല? അപ്പോൾ ആലോചിച്ചുകൊണ്ട് ചോദിച്ചു. അറിയില്ല, നീലം ഗൗരവത്തിൽ പറഞ്ഞു. കൊച്ചിയിലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഭക്ഷണം വിറ്റതിന് കടയുടമയെ അറസ്റ്റ് ചെയ്തു. കടയിൽ നിന്നും ഭക്ഷണം കഴിച്ചവർക്ക് ഫുഡ് പോയിസൺ അടിച്ചതിനെ തുടർന്നാണ് പരാതി ഉയർന്നത്. അവൾ അത് വായിച്ച് വീണ്ടും നീലനെ നോക്കി. നീല, എനിക്കൊരു സംശയം. എന്താ എൻ്റെ കുഞ്ഞ് നിനക്ക് വേണ്ടേ? നീലൻ അവളുടെ തോളിലൂടെ കൈയിട്ട് ചോദിച്ചു. ഈ ഫുഡ് ഐറ്റംസ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായാൽ അത് പോയിസണാകും. അപ്പോൾ പോയിസൺ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണെങ്കിലോ? പൊട്ടിയതെല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്